നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ജനുവരി അവസാനമായി. ഇതാ നമ്മൾ വേൾഡ് കപ്പിലേക്ക് പതിയെ പതിയെ ചുവട് വെച്ചടുക്കുകയാണ്. മാർച്ച് മാസത്തിൽ ഇൻ്റർനാഷണൽ മത്സരങ്ങളുണ്ട്. ബ്രസീൽ വമ്പന്മാരോട് കളിക്കുന്നു. ആഞ്ചലോട്ടി ഇന്നുവരെ ടീമിലേക്ക് വിളിക്കാത്ത സൂപ്പർ താരങ്ങൾ ഫിഫ ആ ലിസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് പുറത്തുവിട്ടിട്ടുണ്ട്. അതാരൊക്കെയാണ് എന്നുള്ളത്. അവരിൽ ആരെങ്കിലും വേൾഡ് കപ്പ് ടീമിൽ ഇടം പിടിക്കുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. അങ്ങനെ ഇടം പിടിക്കണമെങ്കിൽ മാർച്ച് മാസത്തിലെ കോളപ്പിൽ അവർക്ക് സ്ഥാനമുണ്ടാവണം. കാരണം ആഞ്ചലോട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, മാർച്ചിലെ എൻ്റെ സ്ക്വാഡ് വേൾഡ് കപ്പ് സ്ക്വാഡിനോട് സമാനമായിരിക്കുമെന്ന്. ഏതായാലും ഇതുവരെ ആഞ്ചലോട്ടി കോച്ചായിട്ട് ടീമിലേക്ക് എടുക്കാത്ത താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് നെയ്മർ ജൂനിയർ തന്നെയാണ്. സാൻഡോസിൻ്റെ സൂപ്പർ താരത്തെ ഒരിക്കൽ പോലും ആഞ്ചലോട്ടി ടീമിലേക്ക് എടുത്തിട്ടില്ല. പരിക്ക് തന്നെയായിരുന്നു വിഷയം. പരിക്കിൽ നിന്ന് പൂർണ്ണ മുക്തനാവാതെ 100% ഫിറ്റ് ആവാതെ ഒരു താരത്തെയും ഞാൻ ടീമിലെടുക്കില്ല, ആരോടും ഞാൻ ഒന്നും കടപ്പെട്ടിട്ടില്ല എന്ന് തന്നെ ആഞ്ചലോട്ടി നമ്മൾ കേട്ടു. അതാണ് അദ്ദേഹത്തിൻ്റെ പോളിസി. 100% ഫിറ്റാണോ അപ്പോൾ നോക്കാം. സോ നെയ്മർ ഇപ്പോഴും പരിക്കിൻ്റെ പിടിയിൽ നിന്ന് പൂർണ്ണ മുക്തനാവാനുള്ള ശ്രമവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം വീണ്ടും കളി പുനരാരംഭിച്ചിട്ടുമില്ല. ഫെബ്രുവരി മാസത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ അതിനുശേഷം മാർച്ചിലേക്കുള്ള കോളപ്പിൽ അദ്ദേഹത്തിന് സ്ഥാനം കിട്ടിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ ഫിറ്റ്നസ് തന്നെയാണ് കാര്യം. മറ്റൊരാൾ എൻട്രിക്കാണ്. എൻട്രിക്ക് ഇപ്പോൾ ലോണിലാണുള്ളത്. എൻട്രിക്കിനെ എന്തുകൊണ്ട് ഇതുവരെ ആഞ്ചലോട്ടി വിളിച്ചില്ല എന്ന് ചോദിച്ചാൽ, തുടക്കത്തിൽ പരിക്കായിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് റയലിൽ പ്ലെയിൻ ടൈം കൊടുത്തില്ല. പുറത്തായ കോച്ച് സാബി അലോൺസോ. ഇപ്പോൾ ലിയോണിൽ പോയി തൻ്റെ മികവ് തിരികെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും മികവ് കാട്ടിയാൽ അദ്ദേഹത്തെ ആഞ്ചലോട്ടി സ്ക്വാഡിലേക്ക് എടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. അടുത്ത ഇഗോർ തിയാഗോയാണ്. പ്രീമിയർ ലീഗിൽ ഗോളടിച്ച് കൂട്ടുമ്പോഴും ഇതുവരെ അദ്ദേഹത്തിന് ബ്രസീലിയൻ ദേശീയ ടീമിനായിട്ട് കളിക്കാൻ പറ്റിയിട്ടില്ല. ഒരു പക്ഷേ അടുത്ത കോളപ്പിൽ ഇഗോർ തിയാഗോയെ ആഞ്ചലോട്ടി വിളിച്ചേക്കും. കാരണം ഇങ്ങനെ മിന്നിക്കത്തി നിൽക്കുന്ന ഒരു കളിക്കാരനെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. പിന്നെ ബ്രമറാണ്, യുവൻറ്റസിൻ്റെ ബ്രമർ. മിന്നും പ്രകടനം നടത്തുന്ന താരമാണ്. അദ്ദേഹത്തെയും അവഗണിക്കില്ല എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. ഇപ്പോൾ വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് കൃത്യമായിട്ട് ആഞ്ചലോട്ടി ഒബ്സർവ് ചെയ്യുന്ന താരങ്ങളിൽ ഒരാൾ ബ്രമറാണ്. പിന്നെ മാത്യസ് പെരീര, ഗ്രുസൈറോയുടെ മാത്യസ് പെരീരയും ഫ്ലെമിംഗോയുടെ പെഡ്രോയും വാസ്കോയുടെ റയാനും ഇവരൊക്കെ അവരവരുടെ ക്ലബ്ബുകൾക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ വരുന്ന കോളപ്പിലൊക്കെ ഈ താരങ്ങൾക്ക് സ്ഥാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. തിയാഗോ സിൽവ ഇപ്പോൾ FC പോർട്ടോയിലാണ്. ഫ്ലുമിനൻസിൽ ഈ പ്രായത്തിലും മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രായം ഒരു പക്ഷേ ആഞ്ചലോട്ടിയെ അദ്ദേഹത്തെ പരിഗണിക്കുന്നതിൽ നിന്ന് അകറ്റുന്നുണ്ടാവും. പക്ഷേ സ്റ്റിൽ മികവ് അദ്ദേഹം കാണിക്കുന്നുണ്ട്. വിരമിക്കൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. വേൾഡ് കപ്പിന് ആഞ്ചലോട്ടി വിളിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ പ്രായം ഒരു വിഷയമാണ്. ദെൻ ആർദർ, ഗ്രമിയോക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും ആർദർ കളിക്കുന്നത്. പാൽമിറാസിൻ്റെ അലൻ, കൊറിന്ത്യൻസിൻ്റെ ബ്രനോ ബേഡൻ, ഇങ്ങനെയുള്ള പ്രധാന താരങ്ങൾ ഇതുവരെ ആഞ്ചലോട്ടിയുടെ കോളപ്പിലേക്ക് വന്നിട്ടില്ല. ഇതാണ് ഫിഫ ഇപ്പോൾ അവരുടെ വെബ്സൈറ്റിലൊരു ലേഖനത്തിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. ഇതിൽ ആരെങ്കിലും വേൾഡ് കപ്പിലേക്ക് എത്തുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഏതായാലും ആരാധകർ ആഗ്രഹിക്കുന്ന ചില പേരുകളുണ്ട്. അതിലൊന്ന് നെയ്മറുടേതും മറ്റൊന്ന് എൻട്രിക്കിൻ്റേതും പിന്നെ ഇഗോർ തിയാഗോയുടേതുമാകും. ഇതിൽ ആരൊക്കെ ഇടം പിടിക്കും? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.